Hi friends, welcome back to a new video. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിന്റെ കണ്ടിന്യൂവേഷനുള്ള ഒരു ക്ലാസ് തന്നെയാണ്. അതായത് ഗേറ്റ് 2022 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലാസ് ഞാൻ ഗേറ്റ് കാൻഡിഡേറ്റ്സിനല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അവർ എക്സാം അടുത്തു കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എക്സാം ഉണ്ടാവും. എന്നാൽ നമ്മൾ ഈ ഒരു സെഷൻ ചെയ്യുന്നത് ലെക്ചർ എക്സാംസ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ്. നമുക്കറിയാലോ, ആ ഒരു എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർ എന്തായാലും ഗേറ്റ് ലെവലിൽ ISRO എക്സാം ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്. അതൊക്കെയാണ് അതിൻ്റെ ബി പാർട്ടിൽ, അതായത് സിവിൽ സെഷനിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസോ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഏതെങ്കിലും പ്രത്യേകമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ചായിട്ട് ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി മുതൽ നമ്മൾ ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ക്ലാസ്. With respect to the fluid flow, match the following in column with column. അപ്പോൾ ഈ ക്ലാസ് ഞാൻ ഓൾറെഡി ആക്ച്വലി എടുത്തിട്ടുള്ളൊരു ക്ലാസ് ആയിരുന്നു. പക്ഷെ അന്ന് അതിൻ്റെ സൗണ്ടിന് എന്തോ ഒരു പ്രോബ്ലം പറ്റിയിട്ട് അത് നമുക്ക് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഓൾറെഡി ഈ അനോട്ടേഷൻസ് ഒക്കെ ഇതിൽ കിടക്കുന്നത് അതുകൊണ്ടാണ്. നമ്മൾ ഓൾറെഡി ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. അൺഫോർച്യുനേറ്റ്ലി അതിൻ്റെ സൗണ്ടിലൊരു പ്രശ്നം വന്നുകൊണ്ട് അത് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നതാണ്. അതുകൊണ്ടാണ് ഈ അനോട്ടേഷൻസ് ഒക്കെ ഇതിലിങ്ങനെ തന്നെ കിടക്കുന്നത്. നിങ്ങളതൊന്ന് അലോ ചെയ്യുക. ഓക്കെ, so with respect to the fluid flow, match the following in column X with column Y ആണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് വിസ്കോസിറ്റി, ഗ്രാവിറ്റി, കംപ്രസിബിലിറ്റി ആൻഡ് പ്രഷർ ആൻഡ് ഇതിൻ്റെ റിലേഷൻ ടു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റീസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഏതൊക്കെയാണ് ഡയമെൻഷണൽ ക്വാണ്ടിറ്റീസ് എന്ന് നോക്കാം. അപ്പോൾ ഡയമെൻഷണൽ ക്വാണ്ടിറ്റീസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് റെയ്നോൾഡ്സ് നമ്പർ. റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത് ഇനേർഷ്യ ഫോഴ്സ് ടു വിസ്കസ് ഫോഴ്സ് ആണ്. ആൻഡ് ഇത് നമ്മൾ എല്ലാ തരം ഫ്ലോക്കും ഉപയോഗിക്കുന്നുണ്ട്. അതായത് വിസ്കോസിറ്റി ആണ് അതിൽ വരുന്നതുകൊണ്ട് തന്നെ ഒരു ഫ്ലോ ലാമിനാർ ആണോ അതല്ലെങ്കിൽ അത് ടർബുലൻ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഈ ഒരു റെയ്നോൾഡ്സ് നമ്പർ ഉപയോഗിക്കുന്നത്. ആൻഡ് ഇതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈ റെയ്നോൾഡ്സ് നമ്പറിൻ്റെ ലിമിറ്റ്സ് ആണ്. അതായത് റെയ്നോൾഡ്സ് നമ്പറിൻ്റെ ലിമിറ്റ് എന്ന് പറയുമ്പോൾ അത് ഓരോ ചാനലിനും വ്യത്യാസം വരും. ഇപ്പം ഓപ്പൺ ചാനലാണെങ്കിൽ റെയ്നോൾഡ്സ് നമ്പർ ലെസ് ദാൻ 500 ആണെങ്കിൽ അത് ലാമിനാർ ഫ്ലോ ആണ്. എന്നാൽ ട്രാൻസിഷണൽ ഫ്ലോ ആണെങ്കിൽ ഇറ്റ് ഈസ് ബിറ്റ്വീൻ 500 to 2000 ആൻഡ് ടർബുലൻറ്റ് ഫ്ലോ ആണെങ്കിൽ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 2000 ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? റെയ്നോൾഡ്സ് നമ്പറിൻ്റെ വാല്യൂ ബിറ്റ്വീൻ 5000 ആൻഡ് 2000 ആണ് ഫോർ ഓപ്പൺ ചാനൽ. ഇത് ഒരിക്കലും മാറിപ്പോകരുത്. പലർക്കും ഓപ്പൺ ചാനലും ക്ലോസ്ഡ് ചാനലും മാറിപ്പോകും. നമുക്ക് മെയിൻലി ക്വസ്റ്റ്യൻസ് വരാറുള്ളത് ഓപ്പൺ ചാനലിൽ നിന്നാണ്. ക്ലോസ്ഡ് ചാനലിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കുറവാണ് വരാറുള്ളത്. എന്നാലും നിങ്ങൾ ഈ ക്ലോസ്ഡ് ചാനലിൻ്റെയും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലോസ്ഡ് ചാനലിൻ്റെ റേഞ്ച് എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 2300 ആണെങ്കിൽ അത് ലാമിനാർ ആണ്. ബിറ്റ്വീൻ 2300 to 4000 ആണെങ്കിൽ ട്രാൻസിഷണൽ ഫ്ലോ ആണ്. ടർബുലൻറ്റ് ഫ്ലോ ആണെങ്കിൽ ദറ്റ് ഈസ് 4000 ആണ്. ഓക്കെ, ദെൻ മാക്ക് നമ്പർ ആണെങ്കിൽ ഒരു ഫ്ലോ കംപ്രസിബിൾ ഫ്ലോക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മാക്ക് നമ്പർ യൂസ് ചെയ്യുന്നത്. ആൻഡ് അതിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഫ്ലോ സ്പീഡ് ടു സൗണ്ട് സ്പീഡ് റേഷ്യോ ഫ്ലോ സ്പീഡ് ടു സൗണ്ട് സ്പീഡാണ്. ഓക്കെ, ദെൻ ഫ്രോഡ് നമ്പറാണ്. ഫ്രോഡ് നമ്പറും റെയ്നോൾഡ്സ് നമ്പറിനെ പോലെ തന്നെ റെയ്നോൾഡ്സ് നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊന്ന് തന്നെയാണ് ഫ്രോഡ് നമ്പർ. ഇതിൻ്റെ വാല്യൂസ് ചോദിക്കാറുണ്ട്. ഇത് ഇനേർഷ്യ ഫോഴ്സ് ടു ഗ്രാവിറ്റേഷണൽ ഫ്ലോ ആണ്. ആൻഡ് ദെൻ ഇത് ഫ്രീ സർഫസ് ഫ്ലോ ആണ് വരുന്നത്. അപ്പോൾ ഫ്രീ സർഫസ് ഫ്ലോ എന്ന് പറയുമ്പോൾ മെയിൻലി ഇത് ഓപ്പൺ ചാനലിൽ തന്നെയാണ് ഫ്രോഡ് നമ്പർ വരുന്നത്. അപ്പോൾ ഫ്രോഡ് നമ്പറിൻ്റെ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ അതിനെ നമ്മൾ സബ് ക്രിട്ടിക്കൽ ഫ്ലോ ഓർ സ്ലോ ഫ്ലോ എന്ന് പറയും. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. സബ് ക്രിട്ടിക്കൽ ഫ്ലോ ഓർ സ്ലോ ഫ്ലോ എന്ന് പറയും. ദെൻ ഈക്വൽ ടു 1 ആണെങ്കിൽ ഇറ്റ് ഇസ് ക്രിട്ടിക്കൽ ഫ്ലോ ആണ്. FR ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ സൂപ്പർ ക്രിട്ടിക്കൽ അല്ലെങ്കിൽ ഫാസ്റ്റ് ഫ്ലോ ആണതെന്ന് നമുക്ക് പറയാം. ഓക്കെ, ദെൻ വെബർ നമ്പർ എന്ന് പറയുമ്പോൾ ഇനേർഷ്യ ഫോഴ്സ് ടു സർഫസ് ടെൻഷൻ ആണ്. ആൻഡ് ഇതും നമ്മൾ ഫ്രീ സർഫസ് ഫ്ലോക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ബൗണ്ടറി ലെയർ ഫ്ലോക്കാണ് ഉപയോഗിക്കുന്നത്. ഒരു ഡ്രോപ്ലെറ്റിൻ്റെ അതുപോലെയുള്ള ഫ്ലോകൾ, ജെറ്റ് ഫ്ലോ അങ്ങനെ വരുന്ന
ഡ്രോപ്ലെറ്റ് ഫ്ലോ ഒക്കെ ഉണ്ടല്ലോ, ഡ്രോപ്ലെറ്റ്, അതുപോലെയുള്ള സർഫസ് ടെൻഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫ്ലോകൾക്കാണ് ഈ ഒരു വെബർ നമ്പർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ വരുന്നതാണ് ഊളർ നമ്പർ. ഊളർ നമ്പർ എന്ന് പറയുമ്പോൾ ഈ ഫ്രോഡ് നമ്പറിൻ്റെയും വെബർ നമ്പറിൻ്റെയും ഓപ്പോസിറ്റ് ആണ്. അതായത് അത് ക്ലോസ്ഡ് ചാനൽസിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനേർഷ്യ ഫോഴ്സ് ടു പ്രഷർ ഫോഴ്സ് ആണ് അതിൻ്റെ ഇക്വേഷൻ. ഇതൊക്കെ ഓർത്ത് വെക്കുക. ഈ ഒരു ഡെഫിനിഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, അതും പഠിച്ചു വെക്കുക. അത് അറിയുന്നതായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, സോ ഇവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ വിസ്കോസിറ്റിനെ റിപ്രസെൻ്റ് ചെയ്യുന്നത് ഏതാണ്, അല്ലെങ്കിൽ വിസ്കോസിറ്റി റിലേറ്റ് ചെയ്ത് വരുന്ന ഏതാണ്? ഇനേർഷ്യ ഫോഴ്സ് ടു വിസ്കോസിറ്റി വരുന്നത് റെയ്നോൾഡ്സ് നമ്പറാണ്. ദെൻ ഗ്രാവിറ്റി, ഇനേർഷ്യ ഫോഴ്സ് ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വരുന്ന ഏതാണ്? ഫ്രോഡ് നമ്പറാണ്. കംപ്രസിബിലിറ്റി ഇതിലാണത് മാക് നമ്പറാണ് വരുന്നത്. ആൻഡ് മാക് നമ്പറിൻ്റെ ഫ്ലോ സ്പീഡ് ബൈ സൗണ്ട് സ്പീഡാണ് അതിൻ്റെ ഡെഫിനേഷൻ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് വരുന്നത്. ദെൻ പ്രഷർ, ഇനേർഷ്യ ഫോഴ്സ് ടു പ്രഷർ ഫോഴ്സ് ആണ് ഊളർ നമ്പർ വരുന്നത്. ഇനി ഇതിന് റിലേറ്റഡ് ആയിട്ട് ഐ തിങ്ക് ISROയിൽ അതുപോലെ ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. നമ്മളധികം കണ്ടിട്ടില്ലാത്ത ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാണ്. അതായത് നമ്മളെപ്പോഴും ഈ ഒരു റിലേഷനും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് കാണാറുള്ളത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് അത് തന്നെയാണ്, പക്ഷേ കുറച്ച് വ്യത്യാസമുണ്ട്. കംപ്രസിബിൾ ഫ്ലോക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? മാക് നമ്പറാണ്. ആൻഡ് ദെൻ ഫ്രീ സർഫസ് ഫ്ലോക്ക് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്രോഡ് നമ്പറാണ്. ബൗണ്ടറി ലെയർ ഫ്ലോ ഞാൻ പറഞ്ഞു, ഡ്രോപ്ലെറ്റ് ഫ്ലോ, അങ്ങനത്തെ ഫ്ലോക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? നമ്മൾ യൂസ് ചെയ്യുന്നത് വെബർ നമ്പറാണ്. ദെൻ പൈപ്പ് ഫ്ലോക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്കിൻ ഫ്രിക്ഷൻ ആണ് ഈ തന്നിട്ടുള്ള ഓപ്ഷനിൽ. ഹീറ്റ് കൺവെക്ഷൻ ഇതിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ മാച്ച് ചെയ്യുന്നത് നെസ്ലെറ്റ് നമ്പറാണ്. അപ്പോൾ നെസ്ലെറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് കൺവെക്റ്റീവ് ഹീറ്റ് ടു കണ്ടക്റ്റീവ് ഹീറ്റ് ആണ്. കൺവെക്റ്റീവ് ഹീറ്റ് ടു കണ്ടക്റ്റീവ് ഹീറ്റ് ആണ്. കൺവെക്റ്റീവ് ഹീറ്റ് ടു കണ്ടക്റ്റീവ് ഹീറ്റ്, അതാണ് നെസ്ലേഴ്സ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടക്റ്റീവ് ഹീറ്റ്. ദെൻ അപ്പോൾ ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസ് ഞാനിവിടെ എക്സും വൈയും ഇതിൽ ഓപ്ഷൻസ് ഉണ്ട്, ഞാൻ തന്നിട്ടില്ല. ഞാൻ നേരിട്ട് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് തന്നെ പോകുമെന്ന് വിചാരിച്ചു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The total hardness in raw water is 500 mg per liter as CaCO3. Total hardness of this raw water expressed in milligram equivalent per liter. ടോട്ടൽ ഹാർഡ്നെസ് ഇൻ മില്ലിഗ്രാം ഇക്വലന്റ് പെർ ലിറ്റർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആറ്റോമിക് വെയ്റ്റ്സ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഹാർഡ്നെസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഹാർഡ്നെസ് ഇൻ മില്ലിഗ്രാം പെർ ലിറ്റർ ഡിവൈഡഡ് ബൈ ഇക്വലന്റ് വെയിറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇക്വലന്റ് വെയിറ്റ് കാണാൻ വേണ്ടിയിട്ട് മോളിക്കുലാർ വെയിറ്റ് കാണണം. CaCO3ൻ്റെ മോളിക്കുലാർ വെയിറ്റ് ആണ് നമുക്ക് ആദ്യം കാണേണ്ടത്. CaCO3യുടെ മോളിക്കുലാർ വെയിറ്റ് അപ്പോൾ എത്ര വരും? CAൻ്റെ 40 ആണ്, ദെൻ പ്ലസ് C12 ആണ്, O എന്ന് പറയുന്നത് 16 ആണ്, ആൻഡ് 3 ഉണ്ട്. സോ ഇൻറ്റു 3 നമുക്ക് 100 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ Ca2+ CO3 2- ആയിട്ടാണ് വെൻ ടു റിയാക്ട് വിത്ത് വാട്ടർ. ഈ CaCO3 Ca2+, CO3 2- ആവും. അപ്പോൾ അതിൻ്റെ കോവാലൻസി എന്ന് പറയുന്നത് 2 ആണ്. അതുകൊണ്ട് തന്നെ ഇക്വലന്റ് വെയിറ്റ് എങ്ങനെ വരും? 100/2 ആണ്. സോ ഇറ്റ് ഇസ് 50 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടാം? ഹാർഡ്നെസ്സിന് mg തന്നിട്ടുണ്ട്. ഇറ്റ്സ് ഓൾറെഡി ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ ദാറ്റ് 500 mg per liter. സോ 500/50 എന്ന് പറയുന്നത് 10 ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. An aerial photograph is taken from the flight at a height of 3.5 km above mean sea level using a camera of focal length 152 mm. If the average ground elevation is 460 meter above mean sea level, then the scale of the photograph. The scale of the map എന്ന് പറയുന്ന പോലെ scale of the photograph ഉണ്ട്. It is f by flying height above ground level. f എന്ന് പറയുന്നത് ഈ ഒരു ഫോക്കൽ ലെങ്ത് ആണ്. ആൻഡ് ഫ്ലൈയിങ് ഹൈറ്റ് എബോവ് ഗ്രൗണ്ട് ലെവൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ആദ്യം അറിയണം? ഹൈറ്റ് ഓഫ് ഫ്ലൈറ്റ്, അതായത് ഫ്ലൈറ്റിൻ്റെ ഹൈറ്റ് അറിയണം. അതിൽ നിന്ന് ഗ്രൗണ്ടിൻ്റെ എലിവേഷൻ മൈനസ് ചെയ്താലാണ് നമുക്ക് ഫ്ലൈയിങ് ഹൈറ്റ് എബോവ് ഗ്രൗണ്ട് ലെവൽ കിട്ടുന്നത്. സോ ഇവിടെ ഹൈറ്റ് ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് 3500 അല്ലെങ്കിൽ 3.5 കിലോമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ആവറേജ് ഗ്രൗണ്ട് എലിവേഷൻ മൈനസ് ചെയ്യുക 460. അപ്പോൾ അതാണ് ഫ്ലൈയിങ് ഹൈറ്റ്. ദെൻ എഫ് തന്നിട്ടുണ്ട് 152, ആൻഡ് എഫ് നമുക്ക് ഫോക്കൽ ലെങ്ത് തന്നിട്ടുള്ളത് mm ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഹൈറ്റ് നമ്മൾ mm കൺവേർട്ട് ചെയ്യും. അങ്ങനെ 152/3500 - 460 × 1000 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1/2000 ആണ്.
അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ 3500 മൈനസ് 460 ഇൻറ്റു 1000 ചെയ്തിട്ട് എപ്പോഴാണ് അത് ഡിവൈഡ് ബൈ 150 എപ്പോഴാണ് അത് ഡിവൈഡ് ബൈ 150 ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ഏതാണെന്ന് നോക്കിയാൽ മതി. അതായിരിക്കും കുറച്ചും കൂടെ സിംപ്ലസ്റ്റ് വേ ഓഫ് കാൽക്കുലേഷൻ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. A line between station P and Q lied on a slope of 1 in 5 was measured as 350 meter using a 50 meter tape. The tape is known to be short by 0.1 meter. The correct horizontal length of the line PQ will be. സാധാരണ നമ്മൾ ഈ ലെവലിൽ നമുക്ക് ട്രൂ ലെങ്ത് കാണാൻ, അതല്ലെങ്കിൽ കറക്റ്റഡ് സ്ലോപ്പ് കറക്ഷൻ കാണാനൊക്കെയാണ് തരാറുള്ളത്. എന്നാൽ ഇവിടെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ട്രൂ ലെങ്ത്തും കാണണം, സ്ലോപ്പ് കറക്ഷനും ഉണ്ട്. അത് രണ്ടും കൂടെ ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ കറക്റ്റഡ് ലെങ്ത് കാണേണ്ടത്. നോക്കൂ, പി ആൻഡ് ക്യൂ എന്ന് പറയുന്ന രണ്ട് സ്റ്റേഷൻസ് ആണ്. അവിടെ 1 in 5 ഇട്ടിട്ടുള്ളത്. 1 in 5 സ്ലോപ്പ് വരുന്നത്. അപ്പോൾ സ്ലോപ്പ് വരുന്നത് 1 in 5. ഇതാണ് സ്ലോപ്പ് വരുന്നത്. ദെൻ അതിൻ്റെ നമ്മൾ മെഷേർഡ് ലെങ്ത് എന്ന് പറയുന്നത് 350 മീറ്റർ ആണ്. ആൻഡ് 50 മീറ്റർ ടേപ്പ് വെച്ചിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് അവിടെ ഈ ഒരു ടേപ്പിന് ഷോർട്ട് ബൈ 0.1 മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഈ സ്ലോപ്പ് കറക്ഷനും കാണണം, ട്രൂ ലെങ്ത്തും കാണണം. അപ്പോൾ നമുക്കതിലേക്ക് പോവാം. സ്ലോപ്പ് ഓഫ് ദ ലൈൻ 1 in 5 എന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം സ്ലോപ്പ് കറക്ഷൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ h²/2l ആണ്. സോ ഇവിടെ ഈ h തന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു ഇക്വേഷനും കൂടെ ഉണ്ട് സ്ലോപ്പ് കറക്ഷന്, l × cos θ - 1. ആൻഡ് തീറ്റ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 1 in 5 ആണ് അതിൻ്റെ സ്ലോപ്പ്. സോ നമുക്ക് ടാൻ തീറ്റ എന്ന് പറയുന്നത് 1/5 ആണ്. സോ അതിൽ നിന്ന് തീറ്റ നമുക്ക് 11.31 ഡിഗ്രി എന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ദെൻ കറക്ഷൻ ഡ്യൂ ടു സ്ലോപ്പ് വെച്ചിട്ടുള്ള സ്ലോപ്പ് കറക്ഷൻ എന്ന് പറയുമ്പോൾ 350 × cos θ - 1 ആണ്, -6.8 മീറ്റർ ആണ്. ദെൻ നോമിനൽ ലെങ്ത് ഓഫ് ദ ടേപ്പ് 50 മീറ്റർ ആണ്. ടേപ്പ് ഈസ് ടു ഷോർട്ട് ബൈ ഫോൾട്ട് ലെങ്ത് ഓഫ് ദ ടേപ്പ് 0.1 മീറ്റർ കുറവാണ്. അതുകൊണ്ട് തന്നെ 50 - 0.1 എന്ന് പറയുമ്പോൾ 49.9. അപ്പോൾ ഇതാണ് കറക്റ്റഡ് ലെങ്ത്. അപ്പോൾ നമുക്ക് ട്രൂ ലെങ്ത് എങ്ങനെ കാണാം? മെഷേർഡ് ലെങ്ത് ആയിട്ടുള്ള 350 × കറക്റ്റഡ് ലെങ്ത് 49.9 ബൈ ഇൻകറക്റ്റ് ലെങ്ത്. അപ്പോൾ ട്രൂ ലെങ്ത്തിൻ്റെത് എങ്ങനെയാണ്? കറക്റ്റഡ് ലെങ്ത്, മെഷേർഡ് ലെങ്ത് അറിയായിരിക്കും നിങ്ങൾക്ക്, എന്നാലും ഞാനൊന്ന് പറയുകയാണ്. മെഷേർഡ് ലെങ്ത് ഇൻറ്റു ഇൻകറക്റ്റ് ലെങ്ത്തിന് നമുക്ക് L' എന്ന് കൊടുക്കാം, കറക്റ്റ് ലെങ്ത്തിന് നമുക്ക് L' എന്ന് കൊടുക്കാം, ഡിവൈഡഡ് ബൈ ഇൻകറക്റ്റ് ലെങ്ത്. ഓക്കെ, ഇപ്പോൾ മെഷേർഡ് ലെങ്ത് എന്ന് പറയുമ്പോൾ മെഷേർഡ് ലെങ്ത് നമ്മൾ ഏതാണ്? ഫോൾട്ടി ലെങ്ത് ഓഫ് ദ ടേപ്പ്. ഇൻകറക്റ്റഡ് ലെങ്ത് L', ഫോൾട്ടി ലെങ്ത് എന്ന് പറയുന്നത് L' എന്ന് കൊടുത്തു. ദെൻ കറക്റ്റഡ് ലെങ്ത് L. ഓക്കെ, അപ്പോൾ 350 × 49.9 ബൈ 50, ദാറ്റ് ഇസ് 349.3. അപ്പോൾ നമുക്ക് ഇതാണ് ട്രൂ ലെങ്ത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ട്രൂ ലെങ്ത് എന്ന് നമുക്ക് മെഷേർഡ് ലെങ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കറക്ഷൻ കിട്ടും, -7 എന്ന് കിട്ടും. പിന്നെ സ്ലോപ്പ് കറക്ഷൻ എപ്പോഴും നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇത് -6.8 ആണ്. അപ്പോൾ -6.8 -7 ആഡ് ചെയ്യുമ്പോൾ നെറ്റ് കറക്ഷൻ -7.5 കിട്ടും. ആൻഡ് ഇത് ട്രൂ ലെങ്ത്തിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 342.5 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ഇത്രയും കൂടുതലായിട്ടുള്ള നമുക്ക് കാണാനുള്ളതൊന്നും കൂടുതലായിട്ടുള്ള കാൽക്കുലേഷൻസ് ഒന്നും വരില്ല. നമ്മൾ ഈ ലെവലിലേക്ക് ആകുമ്പോൾ ഒന്നെങ്കിൽ സ്ലോപ്പ് കറക്ഷൻ അല്ലെങ്കിൽ ട്രൂ ലെങ്ത് എത്രയാണ് അങ്ങനെയൊക്കെയാണ് ചോദിക്കാറുള്ളത്. പക്ഷേ ഈ ഒരു ഗേറ്റ് ലെവലിലാവുമ്പോൾ നമുക്ക് വെർച്വൽ കാൽക്കുലേറ്റർ ഉള്ളതുകൊണ്ട് തന്നെ കാൽക്കുലേഷൻസ് ഇത്തിരി കൂടി ഈസി ആയതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള കൂടുതൽ കാൽക്കുലേഷൻസ് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ മെഷേർഡ് ലെങ്ത് സ്ലോപ്പ് കറക്ഷൻ, അതല്ലെങ്കിൽ ട്രൂ ലെങ്ത്. എന്നാലും നിങ്ങളിത് അറിഞ്ഞിരിക്കുക. ജസ്റ്റ് ഇതിലിപ്പോൾ സ്ലോപ്പ് കറക്ഷൻ എന്താണ്, ട്രൂ ലെങ്ത് എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി ഇരിക്കുക. എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്ന് വിചാരിക്കുന്നു. അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. For wastewater coming from a wood pulping industry, chemical oxygen demand and 5-day biochemical oxygen demand were determined. For this wastewater, which of the following statement is correct? അതായത് പൾപ്പിംഗ് ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന ഇതാണ്. അപ്പോൾ അത്
വേസ്റ്റ് ആണ്. അതിലുള്ള BOD ആൻഡ് COD റിലേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. BOD ആൻഡ് COD റിലേഷൻ എന്ന് പറയുമ്പോൾ COD എന്ന് പറയുമ്പോൾ നോൺ ബയോഡിഗ്രേഡബിളും ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്റേഴ്സ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ BODനേക്കാളും എപ്പോഴും BODയിലാണെങ്കിൽ ബയോഡിഗ്രേഡബിൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ COD എപ്പോഴും BODനേക്കാളും കൂടുതലായിരിക്കും. ആൻഡ് BOD5 എന്ന് പറയുന്നതും എപ്പോഴും നോർമൽ BODനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ COD ഓൾവേസ് ഗ്രേറ്റർ ദാൻ BOD5 ആൻഡ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ BOD ആണ്. പിന്നെ ഇൻ കേസ് ഇപ്പോൾ ബയോഡിഗ്രേഡബിൾ മാത്രമേ ഉള്ളൂ എങ്കിൽ അവിടെ COD ഈസ് ഈക്വൽ ടു BOD ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, തന്നിട്ടുള്ളതിൽ നമുക്ക് 2 ഓപ്ഷൻസ് കറക്റ്റാണ്. അതായത് COD എപ്പോഴും BOD5നേക്കാളും കൂടുതലായിരിക്കും, അതുപോലെ തന്നെ COD നോട്ട് ഈക്വൽ ടു BOD5. അപ്പോൾ ഓപ്ഷൻ എയും ആവാം, ഓപ്ഷൻ ബിയും ആവാം ഇതിൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ സജഷൻസും കമൻസും ഒക്കെ അറിയിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ്സുകൾ വേണമെന്ന് ഉണ്ടെങ്കിൽ അതും അറിയിക്കുക. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകൾ ഇടാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഫോളോ ചെയ്യുക, ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.